നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. ഞാൻ പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. താഴെ ഒരു കമൻ്റ് ഇടുക. കമൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരോ അവരുടെ പേരോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ ഈ 3 കാര്യങ്ങൾ മാത്രമേ കമൻ്റ് ഇടാൻ പാടൂ. അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ഒരു താങ്ക്സ് പറയാം. ഇത്രയും കാര്യമേ പറയാൻ പാടൂ. കാരണം ഞാനൊരു റെസ്ട്രിക്ഷൻ വെക്കുകയാണ് ഇവിടെ. തോന്നിയതൊക്കെ എഴുതുന്നുണ്ട് താഴെ. അത് എഴുതാനല്ല ഞാൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ മാത്രം ഒരു ഏരിയയാണ്. അപ്പം ഞാൻ പറയുന്നത് അനുസരിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ദിവസവും രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിത് തുടങ്ങുന്നത്. ശത്രുക്കൾക്ക് വേണ്ടിയല്ല. അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദയവായി ശത്രുക്കൾ ഒഴിഞ്ഞു പോവുക, സാത്താനെ ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് പോലെ വിപരീത ബുദ്ധിയുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിപരീതമായ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് കേട്ടോ. ഇനി ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒറാക്കിൾ എന്ന് വെച്ചാൽ ദൈവവാക്ക് എന്താണ് എന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അരുളപ്പാട് എന്ന വാക്ക് പറയാം. അതാണ് പവിത്രമായൊരു വാക്ക് അല്ലേ. ഇവിടെ ആദ്യം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. കിങ് കപ്പ് വന്നു, കിങ് വാണ്ട് വന്നു. നൈറ്റ് കപ്പ് ഇല്ലാതെ എന്ത്, നൈറ്റ് കപ്പ് വന്നു. 7 വാണ്ട് വന്നു. 10 പെൻഡക്കൾ വന്നു. ഭൂമി വന്നു. പുതിയ കാർഡിന് സ്ട്രെങ്ത് വന്നു. ഹെർമിറ്റ് വന്നു. സ്റ്റാർ വന്നു. ജസ്റ്റിസ് വന്നു. 7 വാണ്ട് വീണ്ടും വന്നു. കാർത്തിക, ഉത്രം, ഉത്രാടം, തിരുവാതിര, ചോതി, ചതയം, ഭരണി, പൂരം, പൂരാടം. അപ്പോൾ ഈ അവസാനം പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് കുറച്ച് ദോഷമാണ് കേട്ടോ. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നല്ല, ഇതെപ്പോൾ നിങ്ങൾ കാണുന്നോ ടൈംലെസ്സാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഇന്ന് തന്നെ കാണാൻ ശ്രമിക്കൂ കേട്ടോ. ഇനി നമ്പറുകൾ പറയാം അല്ലേ. 10 വന്നിട്ടുണ്ട്, 8 2 തവണ വന്നിട്ടുണ്ട്, 7 2 തവണ വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്. ഇനി 6 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്. 10 2 തവണയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്പറുകൾ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ ഫോൺ നമ്പറോ അല്ലെങ്കിൽ പങ്കാളിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു നമ്പറായിട്ടുണ്ടോയെന്ന് നോക്കുക കേട്ടോ. അത് താഴെ കമൻ്റ് ഇടുക. ആദ്യം വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ അല്ലേ. ഭൂതം, ഭാവി, വർത്തമാനം എന്നാണ്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഭൂതകാലത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കുക. പഴയൊരു പ്രണയം. പഴയ പ്രണയം എന്ന് പറഞ്ഞാൽ അത്ര പഴയതും ആവാൻ സാധ്യതയില്ല. നിങ്ങൾ തമ്മിൽ തന്നെ അകന്നിരുന്നിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതിന് നമുക്ക് ഭൂതത്തിൽ നിന്ന് ഭാവിയിലേക്ക് വന്നു എന്ന് പറയാം അല്ലേ. രണ്ടും പറയാം. ഒരു ലോസ്റ്റ് ലവ് ഈ സമയത്ത് കടന്നു വരുന്നതോ അവർ കോണ്ടാക്ട് ചെയ്യുന്നതോ ആവാം. ഇനി നിയമപ്രകാരം വേർപിരിഞ്ഞ ഭാര്യയും ഭർത്താവും കോണ്ടാക്ട് ചെയ്യുന്നതാവാം. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് അകന്നൊക്കെ പോയി വീണ്ടും അവർ വരുന്നതാവാം. അപ്പോൾ ഒരു റീയൂണിയനെ കാണിക്കുന്ന കാർഡാണ് ആദ്യത്തെ കാർഡ്. വർത്തമാനം, ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂതകാലത്തിൽ നിന്നും വന്നു, ഈ സമയത്ത് അവർ കൂടെ ഉണ്ട്, ഇനി ഭാവിയിലും ഉണ്ട് എന്നാണ്. ചില ആൾക്കാർക്ക് അതുപോലെ തന്നെ ആയിരിക്കാം. കല്യാണം കഴിഞ്ഞ ദമ്പതികളൊക്കെ ആണെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്നാണ് കേട്ടോ ആദ്യത്തെ കാർഡ് പറയുന്നത്. ഇനി അടുത്ത കാർഡ് നൈറ്റ് കപ്പ്, കിങ് കപ്പാണ്. കിങ് കപ്പ് ഈഗോ ഉള്ള ഒരാളാണ്. പ്രണയമുണ്ട്, ഈഗോയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈഗോ ആണ് വിജയിക്കുന്നത്. നിങ്ങൾക്ക് പ്രണയം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആള് കുറച്ച് അന്തർമുഖനാണ്. കിങ് വാണ്ട് വന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അങ്ങനെ ഓപ്പണായി പെരുമാറാൻ അറിയില്ലായിരിക്കാം. സ്നേഹമുള്ള വ്യക്തിയാണ്, സ്നേഹം തരാൻ കുറച്ച് മടിയുള്ള ആളാണ്. നിങ്ങളോട് മാത്രം കുറച്ച് അന്തർമുഖനായിട്ട് പെരുമാറും. മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. സൗന്ദര്യമുള്ള ആളായിരിക്കുക. കാരണം ഇവിടെ 7 എന്ന നമ്പറാണല്ലോ റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്നത്. 8നെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ അതും റിപ്പീറ്റായി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്ന് 7 എടുക്കാം അല്ലേ. 7 എന്ന് പറഞ്ഞാൽ ദാമ്പത്യം, 7ാം ഭാവം. വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിച്ചവരോ വിവാഹം ചെയ്തവരോ ഇനി വിവാഹേതര ബന്ധമോ ആവാം.
ഏഴിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? മഴവില്ലിന് 7 നിറമല്ലേ? അതുപോലുള്ള പ്രണയമായിരിക്കും. മാറി മാറി വരുന്ന നിറങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഇന്ന് പറഞ്ഞതാവില്ല നാളെ പറയേ എന്നൊരർത്ഥമുണ്ട്. ഇനി കൂടുതൽ കൂടുതൽ പ്രണയത്തിലാവും എന്നൊരർത്ഥമുണ്ട് അല്ലേ? നിറങ്ങളും ടാരോറ്റും ജ്യോതിഷമൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ട്. ജ്യോതിഷത്തിൽ നിറങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറില്ല, പക്ഷെ ടാരോയിൽ നിറങ്ങൾ നോക്കും. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ആക്രമണ സ്വഭാവമായിരിക്കും നിങ്ങളുടെ പങ്കാളിക്ക്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ തീവ്രമായ പ്രണയമായിരിക്കും, പക്ഷെ അതിൽ കുറച്ച് രാക്ഷസീയമായ സ്വഭാവം കൂടി ഉണ്ടാവും, സ്വാർത്ഥത ഉണ്ടാവും, എൻ്റെ മാത്രമാവണം ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാവും. വെളുപ്പെന്ന് പറഞ്ഞാൽ വിശുദ്ധമായ പ്രണയം, പ്ലാറ്റോണിക് ലവ് അല്ലേ? അതാണ് വെളുപ്പിനെ ഉദ്ദേശിക്കുന്നത്. ഇനി നീല എന്ന് പറഞ്ഞാൽ ഡീപ്പ് ലവ് ആയിരിക്കുക. അപ്പോൾ കടലിൻ്റെ നിറം എന്താ? കടുന്നീല, ആകാശത്തിൻ്റെ നിറം. ഇതെല്ലാം നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള പ്രണയത്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇവിടെ കിങ് കപ്പിൽ നമുക്ക് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണത്തെ ടാരോയിൽ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വ്യക്തിക്ക് നിങ്ങളോട് നല്ല പ്രണയമുണ്ട്, നിറത്തിലേക്ക് പോകുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കും. നമുക്ക് ഇവിടുത്തെ കാര്യം തന്നെ പറയാം. ഇവിടെ പ്രണയമുണ്ട്, പക്ഷേ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല അല്ലേ? തലച്ചോറ് തിന്നുന്ന സലമാൻഡറുകൾ. ഈ രാജാവിൻ്റെ കുഴപ്പതാ, അഹങ്കാരം കൂടുതലായിരിക്കുക. അപ്പം നിങ്ങളുടെ പ്രണയത്തിൽ എന്താ വേണ്ടത്? സ്നേഹ ഹോർമോൺ ഇല്ല, അതുണ്ടാവാൻ സമ്മതിക്കുന്നില്ല. അതിനെ ഭരിക്കുന്നത് അഹങ്കാരമാണ്, ഈഗോ. ഇനി പറയാനുള്ളത് 7 എന്ന നമ്പർ 7 ചക്രാസിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചക്രാസ്, അതിലൊന്ന് സ്നേഹ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയല്ലേ? അതുണ്ടാവുന്നില്ല എന്നറിയുന്നത്, അഹങ്കാരം മൂടി. അപ്പോൾ നിങ്ങളോട് കുറച്ച് പരുക്കനായി പെരുമാറുന്ന, എന്നാൽ ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്ന, ആത്മീയവും നിഗൂഢവും എന്നൊരർത്ഥം കൂടിയുണ്ട് 7 എന്ന നമ്പറിന്. നിഗൂഢം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത എന്തോ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധിതരാണ്. ആത്മീയം, ആത്മാവ് തമ്മിൽ ബന്ധിതരാണ്. ഇനി നിഗൂഢം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നില്ല അവരുടെ കാര്യങ്ങളെന്നാണ്. നമ്മുടെ ഈ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പല കാര്യങ്ങളും ഒളിക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും, കള്ളത്തരം പറയുന്ന സ്വഭാവം ഉണ്ടാവും. ഇനി വന്നിരിക്കുന്നു കിങ് വാണ്ട് അല്ലേ? കിങ് വാണ്ട് എന്ന് പറഞ്ഞാൽ അന്തർമുഖനാണ്, ബഹിർമുഖനുമാണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം, ഗായകരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ ജോലി ആയിരിക്കാം. ഇതിലേതാണ് നിങ്ങളുടെ പങ്കാളി എന്ന് നിങ്ങൾക്കറിയൂ. ആളെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളാണ്, കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാവും. ഇവിടെ അപ്പോളോ ദേവനാണ് വന്നിരിക്കുന്നത്. സ്വർണ്ണത്തലമുടി, കറുത്ത മിഴികൾ, ആകർഷകമായ മിഴികൾ, നല്ല തലമുടി. ഇവിടെ സ്വർണ്ണത്തലമുടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി മറ്റൊന്ന് പറയാനുള്ളത് നല്ല ആകാര വെടിവുള്ള ആളാണ് എന്നാണ്. അപ്പം ഈ അപ്പോളോ ദേവൻ്റെ കുതിരകളും 7 അല്ലേ? അപ്പം നിങ്ങളുടെ ഫീലിങ്സും 7 തരമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. മാറി മാറി വരുന്ന ഫീലിങ്സ്. ചില സമയത്ത് ഇഷ്ടം തോന്നും, ചില സമയത്ത് സംശയം തോന്നും, ചില സമയത്ത് അതിനെ മറികടന്ന ചിന്തകളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ചിന്തകളെ ഇന്ന ഗണത്തിൽ പെടുത്താനൊന്നും കഴിയില്ല അല്ലേ? വെറുപ്പാണോ, ഇഷ്ടമാണോ, പ്രണയമാണോ, ദേഷ്യമാണോ, പ്രതികാരമാണോ, വാത്സല്യമാണോ? വാത്സല്യം അതിൻ്റെ തന്നെ മറ്റൊരു തലമാണ്. ഇതുപോലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ മാറി മാറി വരുന്നതിന് 7 എന്ന നമ്പർ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളിങ്ങനെ കൂടുതൽ ആഗ്രഹിക്കുന്നു, അവരൊട്ടും തന്നെ തരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വന്നിരിക്കുന്നു സ്ട്രെങ്ത്ത്. അപ്പം ഈ കിങ് വാണ്ടിൻ്റെ കൂടെ വരുന്നതാണ് സ്ട്രെങ്ത്ത്. കിങ് വാണ്ട് ലിയോ ആണ്, സ്ട്രെങ്ത്തും ലിയോ ആണ് അല്ലേ? എല്ലാ ദിവസവും ഒന്നിച്ച് കിട്ടുന്നു എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇവിടെ വന്നിട്ടുള്ള 2 കാർഡുകൾ കൂട്ടി വായിക്കേണ്ടത് കിങ് വാണ്ട് ലിയോ ആണ്. രണ്ടും അഹങ്കാരത്തിൻ്റെ കാർഡാണ്. നിങ്ങളെ വേദനിപ്പിക്കാൻ കുറച്ച് താല്പര്യമുള്ള ആളാണ്, എന്നാൽ ആൾക്ക് നിങ്ങളെ നല്ല സ്നേഹമാണ് കേട്ടോ. സ്നേഹമുള്ളവർ വേദനിപ്പിക്കുമോ? അപ്പോൾ ലിയോ വന്നിരിക്കുന്നത് താഴെയാണ് കേട്ടോ. പുതിയ കാർഡിൻ്റെ കൂട്ടത്തിലാണ് ലിയോ വന്നിരിക്കുന്നത്. കിങ് വാണ്ട് ലിയോയും കൂടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്വഭാവമാണ്, തണ്ടു കൂടുതലാണ്, മെരിങ്ങില്ല. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാലും അനുസരിക്കില്ല. മാത്രമല്ല നിങ്ങളെ അനുസരിപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതുപോലുള്ള വ്യക്തിയാണ്. ഇതുകൊണ്ട് ആ വ്യക്തി നന്നല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തി രാജാവാണല്ലേ, നല്ല സ്വഭാവമൊക്കെ ഉള്ള ആൾ തന്നെയാണ്, മറ്റുള്ളവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ്. നിങ്ങളോട് മാത്രം കുറച്ച് ഇങ്ങനെയൊക്കെ പെരുമാറും, തണ്ടു കൂടുതലാണ്. കാരണം അവരെ മുഴുവനായും തന്നിരിക്കുന്നത് നിങ്ങൾക്കല്ലേ, അതുകൊണ്ടായിരിക്കാം.
മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ഒരു അകലം പാലിച്ച് നിൽക്കേണ്ടവരല്ലേ, നിങ്ങൾ അങ്ങനെയല്ലല്ലോ. അപ്പം 7 വാർഡ് 2 തവണ വന്നതുകൊണ്ട് നിങ്ങൾക്കിത് ഓവർകം ചെയ്യാൻ കഴിയുന്നേ ഇല്ല. ഇവരുടെ ഈ സ്വഭാവം, ഈ പ്രണയം നിങ്ങൾക്കൊരു ഭാരമായി മാറുകയാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇയാൾ എന്താ അങ്ങനെ പെരുമാറുന്നത്, എനിക്കൊരു വെല്ലുവിളിയാണല്ലോ ഈ പ്രണയം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ സ്വഭാവം നന്നായി പെരുമാറിയാലും നന്നല്ല, ഇനി അകന്നു നിന്നാലും എന്നാൽ വിട്ട് കളയൂല, അങ്ങനെ ഒരു സ്വഭാവമാണ്. നിങ്ങൾ അകലാം എന്ന് ശ്രമിച്ചാൽ അവർ വരും, വീണ്ടും നിങ്ങളിലേക്ക് വന്ന് വീണ്ടും പഴയ പോലെയൊക്കെ ആയി, അത് കഴിഞ്ഞ് വീണ്ടും ആ നെഗറ്റീവ് സ്വഭാവം എടുക്കും. അങ്ങനെ ഒരു ആളാണ്. തള്ളൂല്ല കൊള്ളൂല്ല എന്ന് പറയുന്ന, നിൽക്കുക വേണ്ട പോവുക വേണ്ട എന്നുള്ള നിങ്ങളുടെ ആ കൺഫ്യൂഷനിൽ എപ്പോഴും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എന്നാൽ അവരോടുള്ള സ്നേഹം എല്ലാറ്റിനും മേലെയാണ് നിങ്ങൾക്ക്. ഇവിടെ വൺ വേ ലവായി നടക്കുന്നത് നിങ്ങളാണ്. ലവ് ഇല്ലാഞ്ഞിട്ടല്ല, ഈ രാജാവ് ഇങ്ങനെ കയ്യെ പിടിച്ച് നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അല്ലേ. നിങ്ങൾക്ക് നല്ല വാക്ക് കിട്ടുന്നില്ല, നല്ല പെരുമാറ്റം കിട്ടുന്നില്ല, വിളിക്കുമ്പോൾ ചിലപ്പോൾ സംസാരിക്കില്ല, തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിവാക്കും. അങ്ങനെ നിങ്ങളെ മാക്സിമം ഒഴിവാക്കി, എന്നാൽ നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഇയാൾ. നിങ്ങളിങ്ങനെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പോകുന്നത് അയാളിങ്ങനെ മാറി നിന്ന് രസിക്കുകയാണ്, ആസ്വദിക്കുകയാണ് എന്നറിയുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം അയാൾക്ക് വേണ്ടി വേദനിക്കുന്നുണ്ടോ അത്രത്തോളം അയാൾക്ക് സന്തോഷമാണ് എന്നറിയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ക്രൂരമായ തമാശയാണ് അല്ലേ. അങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയണം കേട്ടോ. പങ്കാളിയെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഏത് രീതിയിലാണെങ്കിലും നല്ലതല്ല എന്നാണ് അവിടെ പറയുന്നത്. അതിന് വന്യമായ സ്വഭാവം എന്ന് തന്നെയാണ് പറയുക. ഇവിടെ ലിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോളോ ദേവൻ എന്ന് പറഞ്ഞ ഇത്തിരി ക്രൂരത ഉള്ള ആളാണ്, അത് പാടില്ല കേട്ടോ. ഇവിടെ വാണ്ട് എനർജി ആണല്ലോ വന്നിരിക്കുന്നത്, കുറച്ച് പരീക്ഷിക്കുന്ന തീയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഇനി നീതി കിട്ടുന്നേ ഇല്ല അല്ലേ നിങ്ങൾക്ക്. അതാണ് ഇവിടെ നീതി ദേവത തരുന്ന ഒരു മെസ്സേജ്. ഇനി നിയമപ്രകാരം വേർതിരിഞ്ഞവരെ റീയൂണിയന് സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 2 നീതി വന്നിരിക്കുന്നത്. ഒന്ന് വീൽ ഓഫ് ഫോർച്യൂണും ഒന്ന് ജസ്റ്റിസും. രണ്ടും പറയുന്നത് റീയൂണിയന് സാധ്യതയുണ്ടെന്നാണ്. ഇനി സ്റ്റാറാണ് വന്നിരിക്കുന്നത് അല്ലേ. എനിക്ക് പറയാം നിങ്ങൾ അവരുടെ ഒരു സ്റ്റാറാണെന്ന്. അതല്ല പറയുന്നത്, ഇവിടെ അക്യൂറിയസ് ആണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും പിരിയാൻ വേണ്ടി പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നാണ്. പിരിഞ്ഞിട്ടില്ല, കാരണം ആ വ്യക്തിയും കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടിയല്ല അങ്ങനെ നിൽക്കുന്നത്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സ്വാർത്ഥമായ പ്രണയമാണ് അവരുടെ. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കയ്യിൽ കിട്ടുന്നില്ല, പ്രണയം കിട്ടുന്നില്ല, ബോൾഡായ പെരുമാറ്റമാണ്, ഈഗോ കൂടുതലാണ്, നിങ്ങളെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമാണ്, നിങ്ങൾക്ക് അവരുടെ മേൽ യാതൊരു അധികാരം ഇല്ലാത്ത പോലെയുള്ള പെരുമാറ്റമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പെരുമാറ്റമാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. എന്നാൽ അവർ സ്നേഹമുള്ള ആളാണ്. നിങ്ങളെപ്പോഴും ഇങ്ങനെ വേദനിക്കുന്നതായിട്ട് 2-3-4 കാർഡാണ് പറയുന്നത്. 7 വാർഡ് 2 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ ദുഃഖത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അവരൊരു വെല്ലുവിളിയായി മാറുകയാണ് പല സമയത്തും. ഇനി ഹെർമിറ്റ് പറയുന്നതും നീതി നിഷേധിക്കപ്പെട്ട ഒരാളുടെ വേർപാടിൻ്റെ വേദന, തനിച്ചുള്ള യാത്ര ചെയ്യല്, ഏകാഗിയാണെന്ന തോന്നല്, ഇതാണ്. ഇത് രണ്ടും തരുന്ന കാർഡാണ് നൈറ്റ് കപ്പും ഹെർമിറ്റും. നിങ്ങളുടെ വേദനയെ കാണിക്കുന്ന കാർഡ് തന്നെയാണ് 7 വാർഡ് 2 എണ്ണം. അതാണ്. ഇനി അതിൽ കൂടുതലുണ്ട് കേട്ടോ. നിങ്ങളുടെ തന്നെ വിഷമത്തിനെ കാണിക്കുന്ന കാർഡാണ് സ്റ്റാർ കാർഡ്. ഇരുവഴി പിരിയാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. അക്യൂറിയസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ സ്നേഹം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും തോന്നുകയാണ്. ഇവിടെ 2 7 വാർഡ് വന്നതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അവരൊരു മിസ്റ്ററി ആണ് എന്നാണ്. നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. ബാലികേറാമല എന്നൊക്കെ പറയില്ലേ, വാക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം മെരിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം നിങ്ങളോട് അന്തർമുഖനാണ്. ഇനി പറയുന്നത് നിങ്ങൾക്ക് അവരൊരു വെല്ലുവിളിയാണ്. മറ്റൊന്ന് പറയുന്നത് പിരിയാൻ പോലും നിങ്ങൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായിട്ട് ഒരു കാർഡ് വന്നിട്ടുണ്ട്. 2 കാർഡാണ് വന്നിരിക്കുന്നത്. അതാണ് നൈറ്റ് കപ്പും ഹെർമിറ്റും. ഇത് രണ്ടും അവരെ നിങ്ങളിങ്ങനെ മറ്റാരിലേക്കും ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് അവരെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. അതാണ് വേദനിക്കുന്ന ഒരു സത്യമായിട്ട് ഇവിടെ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ പങ്കാളി നന്നല്ല എന്നിവിടെ പറയുന്നില്ല. പക്ഷെ ആൾക്ക് കുറച്ച് കുറവുകളുണ്ട്, സ്വഭാവത്തിൽ കുറച്ച് കുറവുകളുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളെ ഭരിക്കാനാണ് കൂടുതൽ താല്പര്യം, കൺട്രോൾ ചെയ്യാൻ. എന്നാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ സ്നേഹം തരില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അതിനല്ലേ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത്,
നിഗൂഢമാണ് ആളുടെ സ്വഭാവം എന്ന്. അതാണ് ഈ 7ൻ്റെ പ്രത്യേകത കേട്ടോ. ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. നമ്പറുകൾ നോക്കും, വേണമെങ്കിൽ നിറവും നോക്കും. കാരണം ഇവിടെ ഓറഞ്ചാണല്ലോ നിൽക്കുന്നത്. ഓറഞ്ച് വന്നിട്ടില്ലേ? 10 പെൻറ്റക്കലിൽ ഓറഞ്ചാണ്, നൈറ്റ് കപ്പിൽ ഓറഞ്ചാണ്, ഹെർമിറ്റിലും ചെറിയതായിട്ടൊരു മഞ്ഞ ഓറഞ്ചൊക്കെ കലർന്ന കളറാണ്. ഇനി ലിയോയിൽ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. റെഡും ഓറഞ്ചൊക്കെ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത്. ഇതിനർത്ഥം എന്താണെന്നറിയോ? ആൾക്ക് ഇത്തിരി ക്രൂര സ്വഭാവം ഉണ്ടാവുന്നതാണ്. ഓറഞ്ച് വന്യമായ സ്വഭാവമായിരിക്കും. അപ്പം ഇങ്ങനെ കാണുന്ന ആരെങ്കിലും ഇതുപോലെ പങ്കാളിയോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വഭാവം ഒന്ന് സോഫ്റ്റാക്കി മാറ്റുക കേട്ടോ. നിങ്ങൾക്ക് സ്നേഹമില്ല എന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്നേഹം കൊടുക്കുന്നത് അവരാഗ്രഹിക്കുന്ന രീതിയിലല്ല, അവരെങ്ങനെ സങ്കടപ്പെടുത്തിയിട്ടല്ല നിങ്ങളുടെ സ്നേഹം കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി 10 പെൻറ്റക്കൾ വന്നിട്ടുണ്ട്. 2 മതം 2 ജാതിയാവാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തവരാവാം. അതിലേക്ക് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. നിങ്ങളെ കളഞ്ഞ് മറ്റൊന്നിനെ സ്വീകരിക്കൊന്നുമില്ല. നിങ്ങൾ അതിലേറെയാണ്, വിർഗോയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവരെ തന്നെ മതി. അതിനാണല്ലോ അവരെന്തൊക്കെ ചെയ്താലും അവരുടെ പുറകെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറകെ പോകുന്ന കാർഡ് 2 അല്ല, 3ാമതൊന്നും കൂടി വന്നു. ഭൂമി ഒരു സർക്കിളിനകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. അതിന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇനി ഭൂമി മാത്രമല്ല, വീൽ ഓഫ് ഫോർച്യൂൺ വന്നു അല്ലേ. അപ്പം ആ ചക്രത്തിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള പ്രണയമാണത്. വീണ്ടും വീണ്ടും അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് പുറത്ത് കിടക്കാൻ 2 പേർക്കും കഴിയുന്നില്ല. അയാളും പുറത്ത് കിടക്കില്ല കേട്ടോ. അയാൾക്ക് നിങ്ങളോട് സ്നേഹമാണ്, അയാൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. പുറത്ത് കിടക്കണമെന്ന് ചില സമയത്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ വല്ലാതെ വന്യമായ സ്വഭാവമായി മാറുന്നുണ്ട് അവരുടെ. താല്പര്യം, അഹങ്കാരം, ജലസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന്ന് പുറത്ത് കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും നടക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി വല്ലാത്ത ക്രൂര സ്വഭാവമാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോയാലും അവരെ മിസ് ചെയ്യാണ്. എന്തൊക്കെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചാൽ അതിലൊന്നും ഒരു ഏകാഗ്രത കിട്ടുന്നില്ല. ഏകാഗ്രത നഷ്ടപ്പെടുമ്പോഴൊക്കെ അവരെയാണ് ഓർക്കുന്നത്. അതിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. അതാണ് ഭൂമി പറയുന്നത്. ഇനി 5 തരം ഇഷ്ടങ്ങളെക്കുറിച്ച് പറയണോ? അത് കാണാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, മനസ്സുകൊണ്ട് ഇഷ്ടമാണ്, ആത്മാവ് കൊണ്ട് ഇഷ്ടമാണ് അല്ലേ, സംസാരിക്കാൻ ഇഷ്ടമാണ്, പറയാനും കേൾക്കാനും ഇഷ്ടമാണ്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആള് കേൾക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ് അല്ലേ. അപ്പം നിങ്ങൾ ഇങ്ങനെ അതിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇന്നിവിടെ പറയുന്നത്. ആൾ കുറച്ച് നെഗറ്റീവായിട്ട് നിങ്ങളോട് പെരുമാറുന്നുണ്ട്. 7 വാണ്ടിലേക്കാണ് നിങ്ങൾ പോയിരിക്കുന്നത്. 7 എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടിൻ്റെ നമ്പറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ക്രോണീസ് അല്ലേ നിൽക്കുന്നത്. ക്രൂര സ്വഭാവമുള്ള ക്രോണീസ്, കുറച്ച് താല്പര്യമുള്ള അപ്പോളോ ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അക്യൂറിയസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ, വിഷം, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം അയാൾ നിങ്ങളോട് നന്നായിട്ട് പെരുമാറട്ടെ. നല്ലോണം പ്രേമമുള്ള ആളാണ്, പ്രണയം തരുന്നില്ല, അതേ ഉള്ളൂ അയാളുടെ കുഴപ്പമായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പം ഇനി താഴെ അമ്മായിമാർ വന്ന് കമൻ്റ് ഇടാൻ തുടങ്ങും. എയിൽ തുടങ്ങുന്ന ഒരു പേരാണ്. ഇന്ന് രാവിലെ ഞാൻ വെറുതെ ഒന്ന് നെറ്റ് ഓൺ ആക്കിയത്. ആദ്യം വന്നത് ഈ കമൻ്റാണ്. നിങ്ങൾ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഈ മാതിരി എന്തോ ഒരു കമൻ്റാണ് കണ്ടത്. അപ്പോൾ ഈ ചേച്ചി വന്നത് കേൾക്കാനാണ്. അപ്പം ചേച്ചിക്ക് അറിയില്ല ഇത് കഥയിലത് ജീവിതമല്ല, ഇനി കുടുംബ കോടതിയല്ല, പരാതി പറയാനേ പരാതിപ്പെട്ടിയല്ല. മനസ്സിലായില്ലേ? ഇവിടെ നടക്കുന്നത് ഒറാക്കിൾ ആണ്. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിക്ക് അറിയുമെന്നറിയില്ല, ഞാൻ വിശദമാക്കി തരാം. ദൈവവാക്ക്, അത് തന്നെയാണ് ഞാൻ ഇന്നലെ ജ്യോതിഷം എന്ന് പറഞ്ഞത്. ജ്യോതിഷത്തിൻ്റെ ഈശ, മനസ്സിലായില്ലേ? ദൈവ സന്ദേശങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ രാവിലെ എണീറ്റ് ഈ ചേച്ചിയുടെ കാര്യം നോക്കിയിട്ട് അവരുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇവിടെ പ്രപഞ്ചം തരുന്ന സന്ദേശങ്ങൾ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. പ്രപഞ്ചത്തിൻ്റെ ഒരു മകനോ ഒരു മകളോ ഒന്നും അല്ല ഉള്ളൂ, ലോകം മുഴുവൻ മക്കളാണ്. അവരുടെ ആരുടെങ്കിലും കാര്യമാണ് ഇവിടെ വരുന്നത്. ഹൈദരാബാദിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനം തീ കത്തി നശിക്കും എന്നുള്ളത് എനിക്കിവിടെ കാർഡുകളിൽ കാണിച്ചു തന്നിരുന്നു. നമ്മളത്ര അറിയപ്പെടുന്ന ജ്യോതിഷി അല്ലാത്തത് കൊണ്ടാണ് അത് അറിയപ്പെടാതെ പോയത്. അന്നത്തെയും തലേ ദിവസത്തെയൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവിടെ തീ പിടിക്കുന്നത് മാത്രമാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എന്താണാവുമെന്ന് തോന്നി. ഡെത്തും തന്നിരുന്നു. അങ്ങനെയുള്ള റീഡിങ് വന്നു. ഇനി എവിടെ കിടക്കുന്നത്, എനിക്ക് വെളിയിൽ കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞും മരിച്ചു. അത് മരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനിവിടെ അടയാളം കാണിച്ചു തന്നിരുന്നു.
അതുപോലുള്ള കാര്യങ്ങൾ എവിടെ കിടക്കുന്നവരുടെ കാര്യമൊക്കെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അത് കാണിച്ചു തരുന്നത് അങ്ങനെ തന്നെ പറയണം. എന്നാൽ നെഗറ്റീവ് ഞാൻ നിങ്ങളോട് പറയാറില്ല. മനസ്സിലായോ? ഇവിടെ ആത്മഹത്യ പ്രവണത വരാറുണ്ട്. ഓരോ മരണം ഇന്ന രീതിയിൽ മരിക്കും എന്ന് വരെ നമുക്കിവിടെ കാണിച്ചു തരാറുണ്ട്. ഓരോ കാർഡിലുണ്ട്, പഠിക്കുന്നവർക്കൊക്കെ അതറിയാം. പക്ഷെ നമ്മളിവിടെ നെഗറ്റീവ് അധികം പറയാറില്ല. ഏകദേശം പറയുകയാണെങ്കിൽ ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു മരണം കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഇനി വല്ലാതെ വെള്ളത്തിലെ അപകടം കാണിക്കുകയാണെങ്കിൽ ഞാൻ പറയും വെള്ളമൊക്കെ ഒന്ന് സൂക്ഷിക്കൂട്ടോ എന്ന് പറയും. അപ്പം അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ചേച്ചിയുടെ വിചാരം മാത്രം പറയണമെന്നാണ്. മനസ്സിലായില്ലേ? അത് പറയുന്ന ചാനലല്ല ചേച്ചി ഇത് കേട്ടോ. ദയവായിട്ട് മാറിപ്പോവുക. ഇത് ശത്രുക്കൾക്കുള്ള ചാനലല്ല. എന്നെ സ്നേഹിക്കുന്നവർക്കുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന ചാനലാണ്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളുടെ പങ്കാളിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആ ഒരു ദേഷ്യം തീർക്കാനുള്ളൊരു വേദിയല്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ബന്ധവുമില്ല ഞാനുമായിട്ട്. എനിക്ക് ഈ സ്ത്രീ അറിയില്ല, ഈ സ്ത്രീക്ക് എന്നെ അറിയില്ല അല്ലേ? അങ്ങനെയുള്ള ഈ സ്ത്രീ വന്നിട്ട് തോന്നിയതൊക്കെ താഴെ എഴുതുക. അപ്പം എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഒന്നാണ്, ഇതുപോലെയാണ് പങ്കാളിയോട് പെരുമാറുന്നത് എങ്കിൽ അവർ ഓടിയ വഴിക്ക് പുല്ലും കൂടി മുളയ്ക്കില്ല, കണ്ടം വഴി ഓടിയിട്ടുണ്ടാവും. ഇതുപോലുള്ള സാധനത്തിന് സഹിക്കാൻ പറ്റണ്ടേ? അത് തന്നെയാണ് പല പ്രണയങ്ങളിലും വരുന്ന പരാജയം. ഒരു ബന്ധമില്ലാത്ത, രാവിലെ എണീറ്റ് ഒറാക്കിൾ ആണ് ഞാനിവിടെ തരുന്നത്, ദൈവവാക്കുകൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ജ്യോതിഷം. അത് പറയുന്നതിന് ഈ കണ്ണി കണ്ട തെറി താഴെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ കാമുകനോടുള്ള ആ ഒരു മെൻറ്റാലിറ്റി എന്തായിരിക്കും? എൻ്റെ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ടും വീണ്ടും മെസ്സേജ് അയക്കണമെങ്കിൽ അഭിമാനം എന്നുള്ളത് അടുത്തു കൂടെ പോയിട്ടില്ല. അതും കൂടി പറയാട്ടോ. അപ്പോൾ ഇത്തരം മെൻറ്റാലിറ്റി ഉള്ളവരെ എന്നെ സമീപിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് നെഗറ്റീവായി പെരുമാറുന്നവർക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഞാൻ സദാസമയവും പ്രാർത്ഥിക്കുന്ന ആളാണ്, പ്രതികരിക്കുന്ന ആളുമാണ് കേട്ടോ. പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് മിണ്ടാതിരിക്കൊന്നുമില്ല. ഞാനിത് രാവിലെ എണീറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ അതിനൊരു നല്ല കമൻറ്റ് പ്രതീക്ഷിക്കും. പക്ഷെ നല്ലതല്ലാതെ അവരുടെ കാമുകനോടോ കാമുകിയോടോ ഉള്ള ദേഷ്യം നമ്മുടെ താഴത്ത് വന്ന് കമൻ്റ് ഇടുമ്പോൾ ഞാനതിന് പ്രതികരിക്കാറുണ്ട്. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നവർക്കേ വല്ലതൊക്കെ വിളിച്ചു പറയാനുള്ളൊരു വേദിയാണെന്ന് ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അത് തെറ്റാണ്. മനസ്സിലായില്ലേ? മാന്യമായിട്ടൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പഠിച്ച വിഷയം ഇതാണ്, അത് ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങിയ എൻ്റെ ചാനലാണിത്. എൻ്റെ പരിമിതിക്കുള്ളിലുള്ള ഒരു ചാനലാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നിയതും താഴെ വിളിച്ച് പറയാതിരിക്കുക. നിങ്ങളുടെ പേരോ നിങ്ങളുടെ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഇനി ഒരു താങ്ക് യു പറയുന്നുണ്ടെങ്കിൽ അതും പ്രപഞ്ചത്തിനോട് അതോ ഒക്കെ ആവാം. പക്ഷേ നെറികെട്ട വർത്തമാനങ്ങൾ താഴെ വന്ന് പറഞ്ഞാൽ അത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. അതിനൊരു മറുപടി തന്ന ശേഷമാണ് അത് ഡിലീറ്റ് ചെയ്യൂ. എന്നിട്ട് അവിടെ വെക്കില്ല. കാരണം അതിൻ്റെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടാതിരിക്കാനാണ് അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുന്നത്. അത് കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തു, അവരത് മനസ്സിലാക്കി. അതോടുകൂടി ഞാൻ ആ കമൻ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. റീകൺസിലേഷൻ ഉണ്ട്, സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. മെസ്സേജ് വരുമെന്ന് ഹനുമാനാണ് ഇവിടെ വന്നിരിക്കുന്ന സേതിയും. ഈ സോൾമേറ്റ് ആണെന്ന് പറയുന്ന ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്ത കണ്ണനും രാധയും വന്നിട്ടുണ്ട്. ഇനി റീകൺസിലേഷൻ ഞാൻ പറഞ്ഞില്ലേ, റീയൂണിയൻ ഉണ്ടാവുന്ന അത് ഭാര്യയും ഭർത്താവുമാണ് കേട്ടോ. നിയമപ്രകാരം വേർപിരിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും ഒന്നാവാൻ തീരുമാനിച്ചു. അവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ അവർ മനസ്സിലാക്കി. ഇനി അതൊക്കെ തിരുത്തി വീണ്ടും ഒന്നാവാം, നമുക്ക് മുന്നോട്ട് പോവാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അതൊരു സന്തോഷകരമായ കാര്യമാണ് അല്ലെ? കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ പാവം. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ ഇത് നോക്കാം. ഇവിടെ പക്ഷാഘാതം വന്നിട്ടുണ്ട്, ഗർഭാശയ അണ്ഡാശയസ്ഥന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്, കുടൽ രോഗങ്ങൾ, വോമിറ്റിങ്, ദഹനക്കേട് വന്നിട്ടുണ്ട്, സ്ത്രീകളുടെ അമിത ആർത്തവം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ജോലി വന്നിരിക്കുന്നത് അധ്യാപകർ വന്നിട്ടുണ്ട്, ഇന്ത്യക്ക് വെളിയിലെ ജോലികൾ വന്നിട്ടുണ്ട്, ഹോട്ടൽ വന്നിട്ടുണ്ട്, ഭൂമി സംബന്ധമായ ജോലികൾ വന്നിട്ടുണ്ട്, IT മേഖല വന്നിട്ടുണ്ട്, കലാകാരന്മാരെ എഴുത്തുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ജോലി. ഇനി പൊതുവായ കാര്യങ്ങൾ, വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്, ബന്ധുസമാഗമം പറയുന്നുണ്ട്, യാത്രകൾ പറയുന്നുണ്ട്,
നിയമപ്രകാരം വേർപിരിയാൻ കാത്തിരിക്കുന്നവർക്ക് അതിനൊരു അവസരം പറയുന്നുണ്ട്. ഒന്നാവാൻ കാത്തിരിക്കുന്നവർക്ക് അതിനും ഒരു അവസരം പറയുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന ഒരു പ്രണയത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ആരുടെയും വീട്ടിൽ വന്നിട്ടല്ല പറയുന്നത്. എൻ്റെ ചാനലിൽ എൻ്റെ ആത്മാർത്ഥതയെ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ തരുന്ന മൂടുകൂടി കളയുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അതോടുകൂടി എനിക്ക് പറയാനുള്ള മൂഡ് പോയി. സത്യം പറയല്ലേ കൊണ്ടു. കാരണം നമ്മൾ ഈ ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലം കിട്ടുന്നത് ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങളാണ്. അവരുടെ ഭർത്താവോ കാമുകനോ അവരെ ഉപേക്ഷിച്ച് പോയതിന് എവിടെ കിടക്കുന്നത്? ഞാൻ എന്താ തെറ്റ് ചെയ്ത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരുടെ പ്രവൃത്തി ദോഷം അല്ലേ? അതല്ലേ അതിൽ പറയാനുള്ളത്. അപ്പം നമ്മുടെ നേരെ മെക്കിട്ട് കയറിയിട്ട് അത് കിട്ടുമോ? അപ്പം ഇങ്ങനെയുള്ള വിവരക്കേടുകൾ പറയാതിരിക്കുക. കൂടുതൽ കമൻ്റ് ഇടുന്നവരെ ഞാൻ അങ്ങ് ഒഴിവാക്കും. ചിലർ പരാതി പറഞ്ഞിട്ട് അങ്ങ് നമ്മുടെ ബ്രെയിനെ അങ്ങ് കലക്കും. പറയുന്നത് ഇതാണ്, 6 മാസമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു വർത്താനവും ഇല്ല, ഒന്ന് മിണ്ടിയെങ്കിൽ മതിയായിരുന്നു. ഇതൊക്കെ കാമുകനോട് പറയേണ്ടതോ ഭർത്താവിനോട് പറയേണ്ടതോ അല്ലേ? അത് എൻ്റെ ചാനലിൽ വന്ന് എന്തിനാണ് നിങ്ങൾ വിഴുപ്പലക്കാൻ നിൽക്കുന്നത്? എനിക്ക് ഭയങ്കര ദേഷ്യം തന്നെയാണ് ഇന്ന് എല്ലാവരുടെ അടുത്തും. അപ്പം ഇത്തരം കമൻ്റ് ഇടാതിരിക്കുക. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. 1000 രൂപ അടച്ചിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ നമ്പറിലാണ് GP. അത് ചെയ്ത ശേഷം മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യമാണ് ചോദിക്കാൻ പറ്റുള്ളൂ. 2-3 വിഷയമൊന്നും പറഞ്ഞു തരില്ല. ഇതാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അതിനാദ്യം പേ ചെയ്യുക. ഇനി നമുക്ക് ലവ് മെസ്സേജ് നോക്കാം അല്ലേ? ഒറാക്കിൾ, ഏഞ്ചൽ ഒറാക്കിൾ നോക്കാം. ദൈവവാക്കുകൾ, മാലാഖയുടെ അട്രാക്ഷൻ ഉണ്ട്, കുട്ടികളുണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ട്, റീകൺസിലേഷൻ ഉണ്ട്. രണ്ടാമത് വന്നു അല്ലേ? ഇപ്പം അക്ഷരങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. റിലീസ് യുവർ എക്സ് ഉണ്ട്. അപ്പോൾ 6 കുറേ വട്ടം വന്നു കേട്ടോ. പോസിറ്റീവായിരിക്കാൻ പറയുന്നുണ്ട്. ഞാൻ പോലും പോസിറ്റീവായിട്ടല്ല ഇന്ന്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ റീഡിങ് ചെയ്യാൻ വേണ്ടി തുറന്നപ്പോൾ ഫോണൊന്ന് നെറ്റ് ഓണാക്കിയതാണ്. അപ്പം തന്നെ ഈ ചേച്ചിയുടെ ഈ മെസ്സേജാണ് കിടക്കുന്നത്, നമ്മളെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തിയുള്ളത്. ചേച്ചിക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ടാവും എവിടെ കിടക്കുന്ന എന്നെ തെറി പറഞ്ഞപ്പോൾ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ജാത്യാലുള്ളത് തൂത്താ പോവില്ല. ഓരോ വ്യക്തിക്കും അന്തർലീനമായിട്ടൊരു സ്വഭാവം ഉണ്ടാവും. ചില ആളുകൾക്ക് ദൈവികമായൊരു ബുദ്ധിയായിരിക്കും, ശാന്ത സ്വഭാവമായിരിക്കും. ചില ആളുകൾക്ക് ഡെവിൾ എനർജി ആയിരിക്കും. അപ്പം അത് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അവരുടെ ആ DNA പ്രശ്നമാണ്. ഡെവിൾ എനർജി ഉള്ളവർ അത് തന്നെ പറയുള്ളൂ മറ്റുള്ളവരെ. ഫ്ലർട്ടാണ് വന്നിരിക്കുന്നത്. ഫൊർഗീവ് ചെയ്യാനാണ് പറയുന്നത്. റീകൺസിലേഷൻ വീണ്ടും വന്നു കേട്ടോ. 6 ഒരുപാട് വട്ടം വന്നു കേട്ടോ. കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഡിറ്റാച്ച്മെൻറ്റ് വന്നവരും ഉണ്ട്. അപ്പോൾ കുറച്ച് നെഗറ്റീവ് മൂഡിലായിരുന്നു ഞാൻ. രാവിലെ തന്നെ ഇത്തരം ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് അതേക്കുറിച്ച് ചിന്തിച്ചു. ഞാൻ എന്തിനാണ് ദിവസം രാവിലെ ആയി എങ്ങനെ നല്ലത് ചിന്തിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്? നല്ലതൊന്നും പറയാൻ ഇവർക്ക് തോന്നുന്നില്ല. എന്നാൽ നെഗറ്റീവ് പറയാതിരുന്നൂടെ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി ഞാൻ. അപ്പം ഞാൻ മറുപടി കൊടുത്തു. അതെൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം നമ്മൾ അത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നല്ലത് ഉദ്ദേശിച്ചാണല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ നെഗറ്റീവ് നമ്മൾ കേൾക്കേണ്ട ആവശ്യം? അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ഓക്കെ ആവാൻ എനിക്ക് ധ്യാന മെഡിറ്റേഷനൊക്കെ ഉണ്ട്. ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ഓക്കെ ആവും. പക്ഷേ ഇവിടെ പറയുന്നത് ഇതുപോലെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരെ എൻ്റെ ചാനൽ കാണരുത്. എനിക്ക് വ്യൂ കുറഞ്ഞാലും വേണ്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് പ്രതികാര മനോഭാവമായിട്ട് എൻ്റെ റീഡിങ് കണ്ട നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പ്രതികാര ഭാവം തന്നെ ആയിരിക്കുക നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന്. അതാണ് പറയാനുള്ളത് കേട്ടോ. സ്നേഹത്തോടു കൂടി കാണുക നിങ്ങളുടെ പങ്കാളിയോടും നിങ്ങളോടും. ഇനി നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന എല്ലാവരോടും, എന്നോടൊന്നും പറയുന്നില്ല, എല്ലാവരോടും ഒരു സ്നേഹം തോന്നുക. അത് മനുഷ്യ സഹജമായൊരു ഫീലിംഗ് ആണ്. അതെല്ലാവരോടും ഉണ്ടായാൽ തന്നെ നിങ്ങളിലേക്ക് സ്നേഹം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കും കേട്ടോ.